നോമിനേഷന്റെ സമയത്ത് സായിയും ജാൻമണിയും തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടായി. അവിടെ പെയിന്റ് അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പെയിന്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. നിങ്ങൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അവരുടെ ദേഹത്ത് ഈ കറുത്ത പെയിന്റ് അടിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. അതും അടിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും അടിക്കാൻ പാടില്ല, വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് വേണം പെയിന്റിങ് ചെയ്യാനായിട്ട് എന്നുകൂടി ബിഗ് ബോസ് അവിടെ പറഞ്ഞിരുന്നു. പലരും മുഖത്തും കയ്യുമ്മയും ഒക്കെ എല്ലാവരും പെയിന്റിങ് ചെയ്തിരുന്നു. കറുത്ത പെയിന്റിങ് ഓപ്പൺ നോമിനേഷൻ ആണ്, അതുകൊണ്ട് എല്ലാവരും വിളിച്ചു നിർത്തി പെയിന്റ് അടിച്ചു കൊടുക്കുന്നു. ചിലർ കുറച്ചടിക്കുന്നു, ചിലർ നന്നായി അടിക്കുന്നു. എന്തിനെ? അഭിഷേക്, നമ്മുടെ പുറത്തുനിന്ന് ഇപ്പൊ വൈൽഡ് കാർഡായി വീട്ടിലേക്ക് എത്തിയ അഭിഷേക്, ആ അഭിഷേകിന്റെ മുഖത്തൊക്കെ പെയിന്റിങ് അതുപോലെ വാരി തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സായി നോമിനേഷൻ ചെയ്യാനായിട്ട് വന്നത്. സായി ജാൻമണിക്കാണ് നോമിനേഷൻ പറഞ്ഞത്. പക്ഷേ അവിടെ സായിക്ക് ജാൻമണിയുടെ മുഖത്ത് പെയിന്റ് അടിക്കണം എന്നായിരുന്നു, ആ കറുത്ത പെയിന്റ് അടിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ജാൻമണി അത് സമ്മതിച്ചില്ല. ജാൻമണി പറഞ്ഞു, മുഖത്ത് പെയിന്റ് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, മുഖത്ത് കറുത്ത ചായം പൂശുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു മോശപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾ പെണ്ണുങ്ങളെ പിടിച്ചു നിർത്തി മുഖത്ത് കറുത്ത ചായ അടിക്കുന്നത് അത് ഞങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ചോദ്യം ചെയ്യുന്ന പോലെയാണ്, ഞാൻ ഒട്ടും സമ്മതിക്കില്ല എന്നൊരു കാര്യമാണ് അവിടെ ജാൻമണി വാശി പിടിച്ചു നിന്നത്. സായി പക്ഷെ വാശി പിടിച്ചു നിന്നു, ഞാൻ ബിഗ് ബോസ് പറയാതെ ഞാൻ മാറ്റി ചെയ്യില്ല, എനിക്ക് മുഖത്ത് തന്നെ പെയിന്റ് അടിക്കണം എന്നാണ്, അല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ എന്നൊരു കാര്യത്തിൽ സായി അവിടെ വാശി പിടിച്ചു നിന്നു. ജാൻമണിയുടെ വാശിമേൽ നിന്നു. നമുക്ക് നോക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുണ്ട് ന്യായം. സായിയുടെ വാശിയിൽ നിന്നു എല്ലാവരും മുഖത്തടിച്ചിട്ടുണ്ട്, അപ്പോൾ ജാൻമണിയുടെ മുഖത്താക്കണം എന്ന് പറയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് സായിയുടെ ഭാഗത്തുണ്ട് ന്യായം. പക്ഷെ ജാൻമണിയുടെ ഭാഗത്തുണ്ട്. ജാൻമണി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവരുടെ നാട്ടിലെ അത് മോശപ്പെട്ട ഒരു ഏർപ്പാടാണ്, സ്ത്രീകളുടെ മുഖത്ത് കറുത്ത പെയിന്റ് അടിക്കുക എന്നുള്ളത് എന്നാണ് പറയുന്നത്. ഞാൻ മറ്റൊരു നാട്ടിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ രീതി അങ്ങനെയാണ് എന്നാണ് ജാൻമണി പറയുന്നത്. അപ്പോൾ ഒരാളുടെ സമ്മതമില്ലാതെ മുഖത്ത് കറുത്ത ചായം തേക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തേക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അവസാനം ബിഗ് ബോസ് തന്നെ ഇടപെടേണ്ടി വന്നു. ബിഗ് ബോസ് പറഞ്ഞു, ഒരാളുടെ കൺസേൺ ഇല്ലാതെ സമ്മതമില്ലാതെ മുഖത്ത് കറുത്ത ചായം പൂശാൻ വേണ്ട, നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചോളൂ എന്ന് പറഞ്ഞ് കയ്യിൽ തേക്കായിരുന്നു. എന്തായാലും സായിയും ജാൻമണിയും തമ്മിൽ ഒരു ശത്രുത രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജാൻമണിയുടെ സ്വഭാവം അനുസരിച്ച് ജാൻമണിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, പിന്നെ ആ വ്യക്തിയുടെ അടുത്ത് വല്ലാത്തൊരു പക സൂക്ഷിക്കുന്ന ടൈപ്പാണ് ജാൻമണി. എന്തായാലും സായിയുടെ അടുത്ത് ഇനി എന്തായാലും ജാൻമണിക്ക് ഒരു പക ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവരും നോട്ടപ്പുള്ളികളാക്കി വെച്ചിരിക്കുകയാണ് ജാൻമണി ഓൾറെഡി.